ഹായ്, ഞാൻ അനുദീപ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ തോൽക്കുന്ന ഘട്ടം എന്ന് പറയുന്നത് പ്രിലിംസ് പരീക്ഷയുടെ ഘട്ടമാണ് അല്ലേ? പക്ഷെ ജയിക്കാൻ ഏറ്റവും എളുപ്പം പ്രിലിംസ് തന്നെയാണ്. പിന്നെ എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഈ അവസാന നിമിഷം കൃത്യമായ രീതി സ്റ്റഡീസ് ചിട്ടപ്പെടുത്താത്തത് കൊണ്ടാണ് പ്രിലിംസിൽ ആൾക്കാർ പ്രധാനമായും തോൽക്കുന്നത്. നമ്മൾ പ്രിലിംസിന്റെ ഡേറ്റിംഗ് അടുത്തല്ലേ, മെയ് 24-നാണ് ആദ്യത്തെ ഘട്ട പ്രിലിംസ് പരീക്ഷ വരാൻ പോകുന്നത്. അതുപോലെ ജൂൺ 28-നാണ് രണ്ടാമത്തെ സ്റ്റേജ് വരാൻ പോകുന്നത്. അപ്പൊ ലാസ്റ്റ് മിനിറ്റ് സ്ട്രാറ്റജി എന്നുള്ള രീതിയിൽ ഞാൻ ഈ വീഡിയോയിൽ പറയുന്ന 7 പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഈ 7-ൽ 5 ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ പ്രിലിംസ് നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പഠിച്ച് പാസ് ആവാൻ സാധിക്കും. അപ്പൊ നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറെ മോക്ക് ക്വസ്റ്റ്യൻസ്, ഒരു 100ഓളം ചോദ്യങ്ങളും അതിന്റെ വിശദമായിട്ടുള്ള സൊല്യൂഷൻസ് 300 പേജുള്ള ഒരു PDF ഞാൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ നിന്ന് അപ്ലോഡ് ചെയ്തേക്കാം. ഡിഗ്രി ലെവൽ പ്രിലിംസ് പരീക്ഷ എഴുതാൻ പോവുകയാണ് നിങ്ങളെങ്കിൽ ഉറപ്പായും ആ PDF ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുക്കാൻ പറ്റുമെങ്കിൽ പ്രിന്റ് എടുക്കുക. അതല്ലെങ്കിൽ നിങ്ങൾ അല്ലാതെ പഠിച്ചാലും മതി. കൃത്യമായി എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളും പഠിച്ചിട്ട് പോകാൻ ശ്രമിക്കണം. നമുക്ക് ചോദ്യം അവിടെ നിന്ന് വരും. അപ്പോൾ ചാനലിന്റെ ലിങ്ക്, ടെലിഗ്രാം ചാനലിന്റെ ലിങ്ക് ഞാൻ കമന്റ് സെക്ഷനിൽ പിൻ ചെയ്തിട്ടുണ്ട്. ലിങ്ക് ഉപയോഗിച്ച് ടെലിഗ്രാം ഫാമിലി മെമ്പേഴ്സ് ആവുക. ഇത്തരത്തിലുള്ള ധാരാളം കണ്ടന്റുകൾ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ 7 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുടെ പറയാനുള്ളത്. കാര്യം വളരെ കുറച്ച് സമയമാണ് നമ്മുടെ മുമ്പിലുള്ളത്. ആ സമയം വിദഗ്ധമായി വിനിയോഗിക്കുന്ന ആൾക്കാരായിരിക്കും മെയിൻസ് പരീക്ഷയ്ക്ക് ക്വാളിഫൈഡ് ആവുന്നത് എന്നുള്ള കാര്യം ഓർക്കാം. ഇതിൽ ഒന്നാമതായി എനിക്ക് നിങ്ങളുടെ പറയാനുള്ള ഒരു കാര്യം പോസിറ്റീവ് സെൽഫ് ടോക്കും അഫർമേഷൻസ് തന്നെയാണ് അല്ലെ. നമ്മളോട് പറയുന്നത് എന്താ? അയ്യോ, പരീക്ഷ എടുത്ത് ഞാൻ എന്ത് ചെയ്യും അല്ലയ്യ, അല്ലെങ്കിൽ മറ്റേ ബിന്ദു പണിക്കേണ്ട അവസ്ഥയാണ് അല്ലെ. കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കണം, അല്ലെങ്കിൽ CDMOസിൽ ബിന്ദു പണിക്കൽ ചെയ്യുന്ന പോലെ ഫ്രിഡ്ജ് എടുക്കണം, മിക്സർ എടുക്കണം എന്ന് പറഞ്ഞാൽ കോൺസ്റ്റിറ്റ്യൂഷൻ പഠിക്കണം, ഹിസ്റ്ററി പഠിക്കണം, അത് പഠിക്കണം, ഇത് പഠിക്കണം. മൊത്തത്തിൽ ബഹളവും ഒരു വെടിയും പുകയാണ്. ഇവിടെ ഒക്കെ നമ്മളോട് പറയുന്നത് എന്താ? എന്തോ ഒരു അപകടം വരാനിരിക്കുന്നു. നമ്മൾ ഒരു അപകടത്തെ ഫേസ് ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ചിന്തിക്കാൻ പറ്റില്ല. നിങ്ങളോട് പറയേണ്ട കാര്യം, വരാൻ പോകുന്ന പ്രിലിംസ് എന്ന് പറയുന്ന പരീക്ഷ നിങ്ങൾ കാത്തിരുന്നൊരു എക്സാമാണ്, ആറ്റുനോറ്റ് കാത്തിരുന്നൊരു എക്സാമാണ്, നിങ്ങളുടെ സ്വപ്ന ജോലിയിലേക്കുള്ള ടിക്കറ്റാണ്. അപ്പൊ ഇതൊരു പ്രശ്നമായിട്ട് കാണരുത്. അപ്പൊ നിങ്ങളോട് തന്നെ സംസാരിക്കാൻ അയ്യോ പ്രിലിംസ് എഴുതാൻ പോണമല്ലോ എന്നല്ല പറയേണ്ടത്. പ്രിലിംസ് എഴുതാൻ അവസരം എനിക്ക് കിട്ടുന്നുണ്ടല്ലോ എന്നുള്ളത് ആ രീതിയാണ് നിങ്ങൾ പറയാൻ. നിങ്ങളോട് സംസാരിക്കുന്നത് ഇത് സെൽഫ് നറേഷൻ എന്നൊക്കെ പറയുന്ന തിയറീസ് ഉണ്ട് സൈക്കോളജിയിലെ. നമുക്കിപ്പോൾ അങ്ങോട്ട് പോകണ്ട. വലിയ ഇമ്പാക്റ്റ് ആണ് ഈ രീതിയിൽ നിങ്ങൾ ചെയ്യുവാണെങ്കിൽ നിങ്ങളുടെ പഠനത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. കാര്യം നമ്മളെ സ്വയം മോട്ടിവേറ്റ് ചെയ്യും, അല്ലെങ്കിൽ പോസിറ്റീവ് അഫർമേഷൻ, എനിക്ക് പരീക്ഷ ജയിക്കാൻ സാധിക്കും, ഉറപ്പായും ഞാൻ പഠിക്കുന്ന ചോദ്യങ്ങൾ മാത്രമേ പരീക്ഷയ്ക്ക് വരുള്ളൂ, അതിന് നല്ല രീതിയിൽ എനിക്ക് വർക്ക് ചെയ്യാൻ സാധിക്കും, സിലബസ് എനിക്ക് നന്നായിട്ട് കവർ ചെയ്യാൻ സാധിക്കും, ചോദ്യങ്ങൾ ടെൻഷനില്ലാതെ എനിക്ക് അപ്രോച്ച് ചെയ്യാൻ സാധിക്കും എന്നൊക്കെ സെൽഫായിട്ട് അഫർമേഷൻ നടത്തുക, സെൽഫായിട്ട് ഈ രീതിയിൽ ടോക്ക് നടത്തുക. ഇതൊരു വലിയൊരു അപകടത്തിലേക്കാണ് പരീക്ഷ എഴുതുന്ന ദിവസങ്ങൾ പോകുന്നത് എന്നുള്ള ചിന്ത മാറ്റിയിട്ട് നിങ്ങളോട് തന്നെ പറയേണ്ടത് നിങ്ങൾ കാത്തിരുന്ന അവസരത്തിലേക്കുള്ള യാത്രയാണെന്നുള്ളതാണ്. അതിന് നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യുക. നിങ്ങൾ യൂണിവേഴ്സിനോടോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വയമോ അല്ലെങ്കിൽ നിങ്ങളൊരു ദൈവവിശ്വാസം, ദൈവത്തോട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ തന്നെ നമ്മുടെ ടെൻഷൻ പകുതി അങ്ങ് അലിഞ്ഞു പോകും. പിന്നെ നമ്മുടെ പ്രൊഡക്ടിവിറ്റി റോക്കറ്റ് പോകുന്ന പോലെ നല്ല രീതിയിൽ ബൂസ്റ്റ് ആവും. ഇത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾ ഉറപ്പായും ട്രൈ ചെയ്ത് നോക്കി. എന്ത് നഷ്ടമാണ് വരാനുള്ളത്? നേടാനുള്ളതല്ലേ ഉള്ളൂ. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾ സ്റ്റഡീസ് ഉണ്ടാകുന്ന മാറ്റം കൃത്യമായിട്ട് അറിയാൻ പറ്റും. കാര്യം ലാസ്റ്റ് മൊമെന്റിൽ ടെൻഷൻ അടിച്ച് കുളമാക്കുന്ന വിദ്യാർത്ഥികളാണ് പ്രിലിംസിൽ മിക്കവാറും തോക്കുന്നത്. നിങ്ങൾ ടെൻഷനും സ്ട്രെസ്സും മാനേജ് ചെയ്ത് കൃത്യമായിട്ടുള്ള രീതിയിൽ പ്രൊഡക്ടിവിറ്റി ബൂസ്റ്റ് ചെയ്യാൻ ഈ ഒരു റിസർച്ച് ബേസ്ഡ് മെത്തഡോളജി നിങ്ങൾക്ക് ഉപയോഗിക്കും. ഇതൊക്കെ തന്നെയാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ളതും എൻ്റെ ബാച്ചിലെ സ്റ്റുഡൻസിനെ പഠിപ്പിക്കുന്നതും. എൻ്റെ അടുത്ത് അഡ്വൈസ് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ കൊടുക്കുന്ന ഫസ്റ്റ് ഉപദേശം പോസിറ്റീവ് സെൽഫ് ടോക്കും അഫർമേഷനും തന്നെയാണ്. രണ്ടാമതായി എനിക്ക് നിങ്ങളുടെ പറയാനുള്ള കാര്യം മെഡിറ്റേഷൻ ആണ്. കാര്യം എക്സാം അടുക്കും തോറും നമ്മുടെ തലച്ചോറിന്റെ മൂർച്ച കൂട്ടി നമ്മൾ കൊണ്ടുവരണം. ഇതിന് നിങ്ങളെ ഏറ്റവും അധികം യൂസ് ചെയ്യാൻ പറ്റുന്ന ടെക്നിക്ക് മെഡിറ്റേഷൻ. എന്നാൽ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്. നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ ഈ ഒരു ലൈഫിൽ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഔദാര്യം എന്ന് പറയുന്നത് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ഡെയിലി ഒരു 5 മിനിറ്റ് ഏകാഗ്രമായ മനസ്സിനെ വെക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ച് കഴിഞ്ഞു. പിന്നെ നിങ്ങൾക്ക് തിരികെ നോക്കേണ്ടി വരില്ല. എങ്ങനെയാണ് മെഡിറ്റേഷൻ നടത്തേണ്ടത് എന്നുള്ള വളരെ വിശാലമായ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അല്ലേ. ബെസ്റ്റ് മെഡിറ്റേഷൻ ഫോർ സ്റ്റുഡൻസ് അനുദീപ് വ്ളോഗ്സ് എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് കിട്ടുന്നതാണ്. ആ മെഡിറ്റേഷൻ നിങ്ങൾ കണ്ടു നോക്കാവുന്നതാണ്. വലിയ മാറ്റങ്ങൾ നിങ്ങളുടെ പരീക്ഷയിൽ മാത്രമല്ല ജീവിതത്തിലുടനീളം വലിയ മാറ്റങ്ങൾ കൊണ്ടുവരും. ഞാനും ഡെയിലി ഒന്നും മെഡിറ്റേഷൻ ചെയ്യുന്ന ആളല്ലായിരുന്നു. പരീക്ഷ അടുക്കുന്ന ഘട്ടത്തിലാണ് ഞാൻ കൂടുതൽ മെഡിറ്റേഷൻ ചെയ്തിരുന്നത്. അപ്പൊ അതിന്റെ ബെനിഫിറ്റ് എനിക്ക് എക്സാംസിന് കിട്ടിയിട്ടുണ്ട്. എനിക്ക് റാങ്ക് ഹോൾഡർ ആവാൻ കഴിയുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് മെഡിറ്റേഷൻ കൃത്യമായി പ്രാക്ടീസ് ചെയ്തു എന്നുള്ളതാണ്. എങ്ങനെയാണ് മെഡിറ്റേഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് വളരെ ഈസിയാണ്. അത് ഞാൻ ഈ ഒരു വീഡിയോയിൽ വളരെ വളരെ സിമ്പിൾ ടേംസിൽ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇത് വലിയൊരു റോക്കറ്റ് സയൻസ് അല്ല. വളരെ ഈസിയായി ഏതൊരു വ്യക്തിക്കും ചെയ്യാവുന്ന, ആ വ്യക്തിയോട് തന്നെ ചെയ്യാവുന്ന ഏറ്റവും നല്ലൊരു കാര്യം, ഏറ്റവും എളുപ്പ കാര്യം ഇത് തന്നെയായിരിക്കും.
അതുകൊണ്ട് തന്നെ മെഡിറ്റേഷൻ കൃത്യമായ പ്രാക്ടീസ്, ഈ 2 കാര്യങ്ങളായിരിക്കണം നിങ്ങൾ ഇന്ന് മുതൽ ചെയ്തു തുടങ്ങേണ്ട പ്രധാനപ്പെട്ട ഒരു വസ്തുത. ഇത് ചെയ്യാൻ നിങ്ങൾക്ക് ഡെയിലി ഒരു 10-15 പോയിട്ട് മാക്സിമം ഒരു അരമണിക്കൂർ മതിയാവുമല്ലോ. പക്ഷേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം ആകും എന്നുള്ളത് എനിക്ക് എൻ്റെ ജീവിതത്തെ സാക്ഷ്യപ്പെടുത്തി നിങ്ങൾക്ക് വാക്ക് തരാൻ സാധിക്കും. ഇനി മൂന്നാമതായി എനിക്ക് പറയാനുള്ള ഒരു കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതാണ് നമ്മുടെ പരീക്ഷയുടെ വജ്രായുധം. ഇപ്പൊ പലപ്പോഴും പല ആൾക്കാരും 1-2 മാസത്തെ അല്ലെങ്കിൽ 1 മാസം അല്ലെങ്കിൽ 3 ആഴ്ച കുത്തിയിരുന്ന് പഠിച്ച് പ്രിലിംസ് ക്ലിയർ ചെയ്തിട്ട് പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതിന് പ്രധാനപ്പെട്ട ഒരു ഘടകം അവർ ഉപയോഗിക്കുന്ന വജ്രായുധം എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ കൃത്യമായി വർക്കൗട്ട് ചെയ്യുന്നതാണ്. പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ കൃത്യമായി നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് പോവുക. അവിടെ നമുക്ക് ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് വരും. പക്ഷേ ഇതിനോടൊപ്പം കിട്ടാവുന്നിടത്തോളം മോഡൽ ചോദ്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, വർക്കൗട്ട് ചെയ്ത് നോക്കുക. ഞാൻ ഇന്ന് നമ്മുടെ ടെലിഗ്രാം ചാനൽ അത്തരം ചോദ്യങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഒരു PDF 300 പേജ് ഉണ്ട്. 100 ചോദ്യങ്ങളോടെ വളരെ ഡീറ്റെയിൽഡ് സൊല്യൂഷൻസ് ആണ് തന്നിട്ടുള്ളത്. അത് നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക. അതിന് എന്താ നമുക്ക് ചോദ്യങ്ങൾ വരും. പ്രീവിയസ് ഇയർ ചോദ്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ PSC പാറ്റേൺ എത്ര മാറിയാലും നമുക്ക് എന്താ പറയാ, ഏറ്റവും കൂടുതൽ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് അല്ലെ, ഏറ്റവും കുറച്ച് സമയം ഇൻവെസ്റ്റ് ചെയ്ത് മാക്സിമം മാർക്ക് റിട്ടേൺ കിട്ടുന്ന ഇതിനേക്കാൾ നല്ലൊരു പരിപാടി വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കൃത്യമായിട്ട് മുൻകാല വർഷ ചോദ്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുക, അതിനോടൊപ്പം മോഡൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. ഈ ഒരു കാര്യത്തിൽ ഞങ്ങളുടെ ബാച്ചസ് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ചൂസ് ചെയ്യാം. വളരെ അഫോർഡബിൾ ഫീസിൽ മോക്ക് ടെസ്റ്റ് സീരീസ്, ഏകദേശം ഡിഗ്രി പ്രിലിംസിന് 12 ഫുൾ ടെസ്റ്റും 25 മൈക്രോ ടെസ്റ്റുകളുണ്ട്. KASന് 13-25ഓളം ടെസ്റ്റുകളുണ്ട്. ഇത് 19 ഫുൾ ടെസ്റ്റ് ആണ് കോംബോ ബാച്ചിലുള്ളത്. അപ്പം ഇവിടെ നിങ്ങൾ ചെയ്യേണ്ടത് ആപ്ലിക്കേഷൻ ലെവൽ സ്റ്റഡിയാണ്. ഒരു ചോദ്യം തെറ്റിയാൽ പോലും അത് എന്തുകൊണ്ടാണ് തെറ്റിയതെന്ന് ചിന്തിച്ച് അതിന്റെ സൊല്യൂഷൻ പാർട്ട് വായിക്കുമ്പോൾ അത് നിങ്ങളുടെ മനസ്സിൽ പതിയും. ഇവിടെ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളോടൊപ്പം ഞങ്ങൾ വളരെ റിസർച്ച് ചെയ്തിട്ട് വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളും ഇതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സൊല്യൂഷൻസ് ആണ് ഇതിൽ നിങ്ങൾക്ക് കിട്ടുക. ഇത് അത്തരത്തിലുള്ള ഒരു PDF ആണ് ഞങ്ങളുടെ മോക്ക് ടെസ്റ്റിന്റെ. ഒരു ചോദ്യം, അതിന്റെ കൃത്യമായ ഉത്തരം കൊടുത്തിട്ടുണ്ട്. അതിന് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സൊല്യൂഷനും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ ഇത്തരത്തിൽ 12 ഫുൾ ടെസ്റ്റുകളാണ് നിങ്ങൾക്ക് ഡിഗ്രി ലെവൽ പ്രിലിംസിന്റെ പരീക്ഷയിൽ കിട്ടുന്നത്. KASന് അതിലും കൂടുതലുണ്ട്, കോംബോയിൽ അതിലും കൂടുതലുണ്ട്. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വളരെ സ്ട്രാറ്റജിക് ആയിട്ട് തയ്യാറെടുക്കാനായിട്ട് ഈ ഒരു ബാച്ച് ഉറപ്പായി യൂസ് ചെയ്യാം. ഫീസ് മാത്രമാണ് അത്രയും ഒരു അഫോർഡബിൾ റേറ്റിൽ ഇട്ടിട്ടുള്ളത്. ഇതിന് കൂടെ റിവിഷൻ ക്ലാസ്സുകളും ടെസ്റ്റ് ഡിസ്കഷൻസും എല്ലാം തന്നെ നിങ്ങൾക്ക് കിട്ടും. സോ ഒരു സമഗ്രമായിട്ടുള്ള ഒരു സെമി ക്ലാസ് റൂം പ്രോഗ്രാം എന്നുള്ള രീതിയിൽ ഇനിയുള്ള ദിവസം കുറച്ച് കഷ്ടപ്പെട്ട് പഠിക്കാൻ റെഡി ആണെങ്കിൽ ഉറപ്പായി നിങ്ങൾക്ക് ആ ഒരു ബാച്ച് യൂസ്ഫുൾ ആവുന്നതാണ്. കമന്റ് സെക്ഷനിലുള്ള നമ്പറിൽ അല്ലെങ്കിൽ ഈ ഒരു നമ്പറിൽ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ ബാച്ചിന്റെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അടുത്തൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത് പ്രിലിംസ് പരീക്ഷയെ സംബന്ധിച്ച്, ഞാൻ ഈ പറയുന്നത് മെയിൻസ് എക്സാമിന് ബാധകമല്ല, പ്രിലിംസിനെ സംബന്ധിച്ച് MEM സബ്ജക്റ്റുകൾ ഇനി മുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കണം. അതായത് GK ഏരിയാസ് നിങ്ങൾക്ക് ഇനി പഠിക്കാൻ സമയമില്ലെങ്കിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. പക്ഷെ മാത്സ്, ഇംഗ്ലീഷ്, മലയാളം, റീസണിങ് ഇത്രയും സബ്ജക്റ്റുകൾ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. നമുക്ക് 50 മാർക്കോളം അവിടെ നിന്നാണ് വരുന്നത് എന്നുള്ള സത്യം നിങ്ങൾ മനസ്സിലാക്കണം. 50 മാർക്ക് ചെറിയൊരു കളിയല്ല. ഇതിനോടൊപ്പം IT പെട്ടെന്ന് പഠിച്ചെടുക്കാൻ പറ്റുന്ന ടോപ്പിക്കാണ്. അവിടുന്ന് 5 മാർക്ക് കിട്ടും. ആർട്സ്, ലിറ്ററേച്ചർ, സ്പോർട്സ്, കൾച്ചർ ഇത് കുറച്ച് ഉണ്ട്, എന്നാലും നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് മസ്റ്റ് ആയിട്ട് നോക്കിയിട്ട്. ഉദാഹരണത്തിന് അവാർഡുകൾ, എന്തായാലും അവാർഡുകൾ ചോദിക്കും. സ്പോർട്സ് അവാർഡുകൾ, ലിറ്റററി അവാർഡുകൾ എന്തായാലും ചോദിക്കും. അപ്പൊ അത്തരത്തിലുള്ള അവാർഡുകളെ പറ്റിയുള്ള ചോദ്യങ്ങൾ വരുമ്പോഴത്തേക്ക് അതൊക്കെ ഫ്രീ ഹിറ്റാണ്. എന്തായാലും ചോദ്യം വരുന്ന നോബൽ പ്രൈസ് അതൊക്കെ നമുക്ക് എന്തായാലും വരും. അപ്പോൾ MEM സബ്ജക്റ്റുകളും ആർട്സ്, ലിറ്ററേച്ചർ, കൾച്ചർ, സ്പോർട്സ് പോലുള്ള സബ്ജക്റ്റുകളും ഒന്ന് നോക്കി പോയാൽ തന്നെ പ്രിലിംസ് കംഫർട്ടബിൾ ആയി പാസ്സാവാനുള്ള സ്കോർ നിങ്ങൾക്ക് കിട്ടും. മറ്റ് സബ്ജക്റ്റുകൾ ഇത്തരത്തിലുള്ള മോക്ക് ടെസ്റ്റുകളോ അല്ലെങ്കിൽ മാതൃകാ ചോദ്യങ്ങളോ അല്ലെങ്കിൽ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളോ കൂടുതൽ ഫോക്കസ് ചെയ്ത് പഠിക്കുക. കാര്യം നമുക്ക് അതിനുള്ള സമയമേ ഇനി ഉള്ളൂ. നമുക്ക് എത്ര, മെയ് 24 ആദ്യത്തെ ഘട്ട പ്രിലിംസ് വരികയാണ്. ജൂൺ 28 രണ്ടാമത്തെ ഘട്ടം 28 വരികയാണ് അല്ലെ. KASും നമുക്ക് ഉടനെ പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാര്യം മറക്കരുത് പിള്ളേരെ. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ ഇപ്പോഴത്തെ ക്ലൈമറ്റും എല്ലാം കൂടി വെച്ചിട്ട് ഞാൻ പറയുന്നതാണ്, ഇഷ്ടം പോലെ വെള്ളം കുടിക്കുക. ഇതൊരു ലാസ്റ്റ് മിനിറ്റ് സ്ട്രാറ്റജി ആണോ? ആണ്. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, നിങ്ങളൊരു 2 മണിക്കൂർ ഇരുന്ന് പഠിക്കാൻ ട്രൈ ചെയ്യുന്നു ഇരിക്കട്ടെ, ലാസ്റ്റ് മിനിറ്റിലാണ്. ഒരു അരമണിക്കൂർ പഠിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മോട്ടിവേഷൻ ഒക്കെ കുറയും. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം നിങ്ങളൊന്ന് കുടിച്ചു നോക്കുക. നമ്മുടെ ബോഡി ഹൈഡ്രേറ്റഡ് ആയി കഴിയുമ്പോൾ തന്നെ നല്ല രീതിയിൽ നമുക്ക് പിന്നെ ഇരുന്ന് പഠിക്കുന്ന മോട്ടിവേഷൻ കിട്ടും. ഒരു സെൻസ് ഓഫ് അർജൻസി ഉണ്ട്, എക്സാം ആണല്ലോ എന്ന് ചിന്ത. സോ നിങ്ങൾക്ക് എപ്പം കോൺസെൻട്രേഷൻ പോകും തോന്നിയാലും അല്ലെങ്കിൽ സ്റ്റഡീസിന്റെ ഡ്യൂറേഷൻ കൂട്ടണമെങ്കിൽ ഇഷ്ടം പോലെ വെള്ളം കുടിക്കാം. കുറച്ച് എക്സ്ട്രാ ബാത്റൂമിൽ പോകേണ്ടി വരും, സാരമില്ല. വാഷ്റൂം ഒക്കെ ഇതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതല്ലേ, നിങ്ങൾ പൊക്കോളൂ, കുഴപ്പമില്ല. ധാരാളം വെള്ളം കുടിക്കുക, നന്നായിട്ട് ഹൈഡ്രേറ്റ് ചെയ്യുക. ഈ ഒരു കാര്യം നിങ്ങൾ സ്റ്റഡീസിൽ ഇൻക്ലൂഡ് ചെയ്ത് നോക്കി. എനിക്കിത് ഫസ്റ്റ് പറഞ്ഞു തന്നത് 10th ബോർഡ് എക്സാമിന് മുമ്പ് ഒരു സാറാണ്. ഞാൻ ക്ലാസ്സിൽ മൊത്തത്തിൽ പറഞ്ഞത്. സാറ് പറഞ്ഞ കാര്യം ഇതാ, ഇഷ്ടം പോലെ വെള്ളം കുടിക്കുക.
പഠിച്ചിട്ട് ബോറടിക്കുമ്പോൾ പിന്നെ വെള്ളം കുടിക്കാം. അപ്പോൾ ഹൈഡ്രേറ്റ് നമുക്ക് പിന്നെ ഇരുന്ന് പഠിക്കാൻ പറ്റും. സാർ ഒന്ന് പറഞ്ഞൊരു കാര്യമാണ്, നിങ്ങൾ നേരിടുന്ന ഓരോ ഇഷ്യൂ എന്തായിരിക്കും? വാഷ്റൂം സ്ഥിരമായിട്ട് പോകേണ്ടി വരും, കുഴപ്പമില്ല പൊക്കോ. പക്ഷെ ഞങ്ങൾ അന്ന് എക്സ്പെരിമെന്റ് ചെയ്ത് നോക്കി, വളരെയധികം ഞങ്ങൾക്കൊന്നും ബാക്ക് ബെഞ്ചേഴ്സ് ആയിരുന്നു, ഒന്നും പഠിക്കത്തില്ല. അവസാനം ഇങ്ങനെയൊക്കെ വെള്ളം കുടിച്ച് ഞങ്ങളുടെ സ്റ്റഡീസിന്റെ ടൈം ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് സ്ട്രെച്ച് ചെയ്യാൻ പറ്റി. പിന്നീടുള്ള എല്ലാ എക്സാംസിനും ഞങ്ങളത് യൂസ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വെള്ളം കൂടി നിങ്ങളൊരു ശീലമാക്കാൻ ശ്രമിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. ലാസ്റ്റ് മിനിറ്റ് സ്ട്രാറ്റജി തന്നെയാണ്. ഇത് സ്ഥിരമായ സ്റ്റഡീസിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കാം. ഓക്കെ, ഇതിൽ 3 ലിറ്റർ വെള്ളം എന്തായാലും കുടിക്കണം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ഘടകം എന്ന് പറയുന്നത്, പുതിയതായി ഒരു ടോപ്പിക്ക് പഠിക്കാൻ പോകരുത്, പുതിയതായി ഒരു ഫാക്ട് പഠിക്കാൻ പോകരുത്. അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നെങ്കിൽ മാത്രം പഠിക്കാം, അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണെന്ന് തോന്നുന്നെങ്കിൽ മാത്രം പഠിക്കാം. അതല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ തന്നെ കൂടുതൽ റിവിഷൻ നടത്താനാണ് ശ്രദ്ധിക്കേണ്ടത്. കാര്യം MEM സബ്ജക്റ്റുകൾ തന്നെയാണ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത്. GK സബ്ജക്റ്റുകളിലേക്ക് വരുമ്പോഴും പഠിച്ച കാര്യങ്ങൾ മൾട്ടിപ്പിൾ ടൈംസ് റിവിഷൻ നടത്താനാണ് ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ പറ്റുന്ന പരിപാടി എന്താണെന്നറിയോ? ചിലപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട് വന്നിട്ട്, എടാ എടി നീ അത് പഠിച്ചോ, ഇത് പഠിച്ചായിരുന്നോ? ആരും കേട്ടിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആയി കൊണ്ടുവരുന്നത്. ഒരുപക്ഷെ ഇത് പരീക്ഷയ്ക്ക് വരാതിരിക്കും, അത് അവിടെ ഇരിക്കട്ടെ. അത് കേട്ടിട്ട് നമ്മൾ ഇതിട്ടിട്ട് അത് പഠിക്കാൻ പോകും. അപ്പൊ നമ്മുടെ മനസ്സിൽ റിവിഷൻ നടത്തുന്ന കാര്യങ്ങളാണ് കൂടുതലും ഇരിക്കുക. പുതിയൊരു ടോപ്പിക്ക് പഠിക്കാൻ പോയാൽ അത് റിവിഷൻ നടത്താനുള്ള സമയം ഉണ്ടെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രമേ അത് പഠിക്കാൻ പോകാവൂ. അതല്ലെങ്കിൽ മൈ സജഷൻ ഈസ് ദാറ്റ് കൂടുതലും പഠിച്ച കാര്യങ്ങൾ തന്നെ റിവിഷൻ നടത്തുക. അത് PYQs ആയിക്കോട്ടെ, അല്ല പഠിച്ച സിലബസ് ആയിക്കോട്ടെ, എന്താണെങ്കിലും അങ്ങനെ തന്നെ ചെയ്യുക. പുതിയൊരു ടോപ്പിക്ക് പഠിക്കുന്നത് അത്രയും ഇമ്പോർട്ടന്റ് ആണെന്നുള്ള കൺവിക്ഷൻ ഉണ്ടെങ്കിൽ മാത്രമേ പഠിക്കാൻ ശ്രമിക്കാവൂ. ക്ലിയർ ആണല്ലോ? യെസ്. ഇതാണ് എനിക്ക് അവസാനമായി 7ാമതായി നിങ്ങളുടെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം. നന്നായിട്ട് ഉറങ്ങാം. എക്സാം അടുക്കുമ്പോഴാണ് ആൾക്കാർ ഉറക്കം കോംപ്രമൈസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് സ്ഥിരമായ റൊട്ടീൻ ഉണ്ട്, നിങ്ങൾ സ്ഥിരമായി എല്ലാ ദിവസവും 6 മണിക്കൂർ അല്ലെങ്കിൽ 5 മണിക്കൂറൊക്കെ ഉറങ്ങുള്ളൂ. നിങ്ങളുടെ ബോഡി ആ രീതിയിൽ പരുവപ്പെട്ടെങ്കിൽ കുഴപ്പമില്ല. പക്ഷെ എക്സാമിന് 2 ദിവസം മുമ്പ് ഉറക്കം ഉളച്ച് 12 മണിക്കൂർ നിന്ന് പഠിച്ചു കഴിഞ്ഞാൽ ആരോഗ്യം പോവും, പരീക്ഷയ്ക്കും പൊട്ടും. അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, നിങ്ങൾ സ്ലീപ്പ് ഇപ്പോഴേ അഡ്ജസ്റ്റ് ചെയ്ത് ഉറങ്ങുക. ഉച്ചയ്ക്കൊക്കെ കിടന്ന് ഉറങ്ങുന്ന ശീലമുള്ള ആൾക്കാരുണ്ടെങ്കിൽ എക്സാമിന്റെ സമയം അനുസരിച്ച് കാലിബ്രേറ്റ് ചെയ്യാം. നമുക്ക് എക്സാം വരുന്ന സമയത്ത് എപ്പോഴാ, ആ സമയത്ത് ഉച്ചയ്ക്കാണ് എക്സാം എങ്കിൽ ഉച്ചയ്ക്ക് സ്ഥിരമായി ഉറങ്ങുന്ന ആൾക്കാർ എന്ത് ചെയ്യുക, ഒരാഴ്ച മുമ്പെങ്കിൽ സ്ലീപ്പ് സൈക്കിൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. ഡെയിലി 8 മണിക്കൂറെങ്കിലും ഉറങ്ങുന്നത് നമ്മുടെ മെന്റൽ ഹെൽത്തിനും വളരെ ഇമ്പോർട്ടന്റ് ആണ്. മനസ്സാണ് ദൈവം, അതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്തിട്ടും കാര്യമുള്ളൂ. അതിൽ കൂടുതലൊന്നും ഉറങ്ങേണ്ടതല്ല. 8 മണിക്കൂർ, ഒരു 7 മുതൽ 8 മണിക്കൂർ കൂടുതലൊന്നും ഇനിയുള്ള ദിവസങ്ങൾ ഉറങ്ങേണ്ട കാര്യമില്ല. കുറച്ചൊക്കെ ഉറക്കം കോംപ്രമൈസ് ചെയ്യാം, നന്നായിട്ട് പഠിക്കാം. സ്ലീപ്പ് ലൈക്ക് എ ബേബി. ഒരു കൊച്ചു കുഞ്ഞാവ് എങ്ങനെയാണ് കിടന്ന് ഉറങ്ങുന്നത് ആ രീതിയിൽ കിടന്ന് ഉറങ്ങാം. നമ്മുടെ പ്രൊഡക്ടിവിറ്റി ഹെൽത്തും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യണം. നമ്മുടെ ഹെൽത്ത് ഒക്കെ പ്രൊട്ടക്ട് ചെയ്യണം, കൃത്യമായിട്ട് ഉറക്കം വേണം. എക്സാം സമയത്ത് പല ആൾക്കാരും ചെയ്യുന്ന ഏറ്റവും വലിയ അവസ്ഥ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ളത് ഉറക്കം കോംപ്രമൈസ് ചെയ്ത് പഠിക്കുക എന്നുള്ളത് തന്നെയാണ്. 8 മണിക്കൂർ ഉറങ്ങിയാൽ പോലും പിന്നെ നിങ്ങളുടെ മുമ്പിൽ ഇഷ്ടം പോലെ മണിക്കൂറുകളുണ്ട്. അത് നിങ്ങൾക്ക് ആ രീതിയിൽ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. അപ്പൊ ഇത്രയാണ് എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്. പക്ഷെ എനിക്ക് നിങ്ങളുടെ അടുത്തൊരു ചോദ്യമുണ്ട്, അത് നിങ്ങൾ കമന്റ് ചെയ്യണം. ഞാൻ ഈ പറഞ്ഞ ടെക്നിക്കിനകത്ത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി എനിക്ക് തോന്നിയ കാര്യം അഫർമേഷൻസ് തന്നെയാണ്, അല്ലെ സെൽഫ് ടോക്കും അഫർമേഷൻ തന്നെയാണ്. നിങ്ങളേക്കൊരു പ്രോമിസ് ആണ്, നിങ്ങൾ ഇന്ന് തന്നെ നിങ്ങളോട് ആ ഒരു പോസിറ്റീവായ രീതിയിൽ സംസാരിച്ച് തുടങ്ങും എന്ന് ഒരു ഉറപ്പ്. നിങ്ങൾ എന്താണോ സംസാരിക്കുക ആ അഫർമേഷനും കമന്റ് സെക്ഷനിൽ പറയാം കേട്ടോ. അപ്പോൾ ഇതൊരിക്കലും വിട്ടുപോലെ, നിങ്ങളാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. ബാക്കിയെല്ലാം എക്സ്റ്റേണൽ ആണ്. ഇന്റേണൽ ആയിട്ടുള്ള ഫോഴ്സ് തന്നെയാണ് ഏറ്റവും പവർഫുൾ. നിങ്ങളുടെ ഏറ്റവും ഇന്റേണൽ ആയിട്ടുള്ള ഫോഴ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളോട് സംസാരിക്കുന്ന രീതി, നിങ്ങളെ റെസ്പെക്ട് ചെയ്യുന്ന രീതിയാണ്. അത് കൃത്യമായി ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക. കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. നിങ്ങളുടെ അഫർമേഷൻസ് ഉറപ്പായും കമന്റ് സെക്ഷനിൽ കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക് യു. ബൈ.